ഇക്കഴിഞ്ഞ ജൂലൈ 19 സൈനികനെ മർദ്ദിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ പങ്കുവെച്ച് സ്വാമി പ്രസാദ് മൗര്യ പറയുന്നു, ഉത്തർപ്രദേശിലെ മിസാൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ തീർത്ഥാടകർ ഒരു സൈനികനെ ക്രൂരമായി ചവിട്ടുകയും തല്ലുകയും ചെയ്തു. ഇതിന് നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? മതത്തിന്റെയും വിശ്വാസത്തിന്റെയും സത്യം, അതോ ഗുണ്ടായിസത്തിന്റെയും അരാജകത്വത്തിന്റെയും പാരമ്യത എന്നാണ് സ്വാമി പ്രസാദ് മൗര്യയുടെ ചോദ്യം. ഏറ്റവും ഒടുവിലായി സ്വാമി പ്രസാദ് മൗര്യ പറയുന്നത്, ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ചിലർക്ക് അരാജകത്വം വ്യാപിപ്പിക്കാനുള്ള ലൈസൻസായി മാറിയിരിക്കുന്നുവെന്നാണ്. ഇനി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ചിലർക്ക് അരാജകത്വം വ്യാപിപ്പിക്കാനുള്ള ലൈസൻസായി മാറിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് ഈ സ്വാമി പ്രസാദ് മൗര്യ എന്നല്ലേ? മുൻ BJP നേതാവും നിലവിൽ അപ്നി ജനതാ പാർട്ടി പ്രസിഡന്റുമാണ്. സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്നയാളാണ്. PTI വീഡിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് സമകാലിക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സ്വാമി പ്രസാദ് മൗര്യ മനസ്സ് തുറക്കുന്നത്. ജയ് ശ്രീറാം, ജയ് ബജരംഗ് ബലി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി അരാജകത്വവാദികൾ മുസ്ലിം സമുദായത്തിനു നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. മതത്തിന്റെ പേരിൽ ഭ്രാന്തുണ്ടാക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കാണിക്കുക, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുക എന്നിവ ഇന്ന് ചിലർക്ക് ഹോബിയായി മാറിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ അവർ കൈക്കോട്ടും പിക്കാസുമായി ഈദ്ഗാഹിലെത്തുന്നു. മറ്റു ചിലയിടങ്ങളിൽ വീടുകളിൽ നിന്ന് മതചിഹ്നങ്ങൾ വലിച്ചു കീറിയെറിയുന്നു. ചിലയിടങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ കടകൾക്കും വീടുകൾക്കും തീയിടുന്നു. ഈ പ്രവൃത്തികളിലൂടെ ആക്രമണകാരികൾ സ്വന്തം ആദർശങ്ങളെ തന്നെയാണ് കുഴിച്ചു മൂടുന്നത്. മതം പറയുന്നവർ ഇപ്പോൾ ഭീകരതയുടെ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നീതിന്യായ പ്രക്രിയയെ UPയിൽ യോഗി ആദിത്യനാഥ് ദുർബലപ്പെടുത്തി. ഇത്തരം കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം നിരപരാധികളായ മുസ്ലിങ്ങളുടെ വീടുകൾ സർക്കാർ തകർക്കുന്നു. മുഖ്യമന്ത്രി തന്നെ കോടതിയുടെ പങ്കേറ്റെടുത്ത് നീതിന്യായ പ്രക്രിയയെ ദുർബലപ്പെടുത്തുകയാണ്. ഇത് സംസ്ഥാനത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികൾ അധികാരത്തിന്റെ സംരക്ഷണം ആസ്വദിക്കുമ്പോൾ ദളിതരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും വീടുകൾ തകർക്കപ്പെടുകയാണ്. ഫത്തേപൂരിൽ മക്ബറ തകർത്തവർക്കെതിരെ നടപടിയെടുക്കാതെ മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തു. ഐ ലവ് മുഹമ്മദ് എന്ന ക്ഷേത്രച്ചുവരിൽ എഴുതി കലാപത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിച്ച 4 ഹിന്ദു യുവാക്കളെ പിടികൂടിയ അലിഗഡ് പോലീസിനോട് നന്ദിയുണ്ടെന്നും സ്വാമി പ്രസാദ് മൗര്യ പറഞ്ഞു. BJP സർക്കാർ ഭരണഘടന ലംഘിക്കുകയാണ്. വംശീയ മൗലികവാദികളാണ് നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത്. ദളിതർക്കെതിരായ അതിക്രമങ്ങൾക്കും അരാജകത്വത്തിനുമെതിരെ നവംബർ 3 പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും സ്വാമി പ്രസാദ് മൗര്യ. യോഗി ആദിത്യനാഥ് ഇതുകൊണ്ടൊന്നും കണ്ണു തുറക്കുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ കാലം കൂടെ നടന്നവരെ കൊണ്ട് സത്യം വിളിച്ചു പറയിക്കുകയാണ്. ഈ കെട്ടകാലത്ത് അതൊരു പ്രതീക്ഷ തന്നെയാണ്.